തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വിദേശ ശക്തികളുടെ ശ്രമമുണ്ടെന്നും ഇന്ത്യയിലെ ജനങ്ങൾ അത് ചെറുത്ത് തോൽപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. लोकतंत्र में मतदान ये सामान्य दान नहीं है. हमारे देश में दान का एक महात्म्य है और उसी भाव से देशवासी ज्यादा से ज्यादा मतदान करें. അർജുൻ പീതാംബരനോട് വിവരങ്ങളുമായിട്ട്. അർജുൻ, അങ്ങനെ രാജ്യം മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്നു. ഈ ഘട്ടം രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ആശങ്ക അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം കൂട്ടേണ്ടതും രാജ്യത്തെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. മാത്രമല്ല നേതാക്കളെല്ലാം, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജനവിധി തേടുന്ന ഒരു ദിവസം കൂടി, ഒരു ഘട്ടം കൂടിയാണ് ഇന്ന്. BJP സംബന്ധിച്ചാണെങ്കിൽ ഒട്ടനവധി അവരുടെ ഇന്നിപ്പോൾ 93 അടുത്ത 40 എണ്ണവും അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ മാറി മറിഞ്ഞു വന്നു. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട് BJPക്ക് പ്രതിസന്ധിയായി സൃഷ്ടിച്ചുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു പൊതുചിത്രം? എല്ലായിടത്തും പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ എല്ലാ പാർട്ടികളും നേരിടുന്നു. ഒരു പൊതുചിത്രം എങ്ങനെയാണ്? വോട്ടെടുപ്പ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? സേതു, നിലവിൽ മികച്ച ഒരു പ്രതികരണം തന്നെയാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഈ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് വരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഭൂരിപക്ഷം, ഈ 93-ലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള ക്യൂ ഉണ്ട്, തിരക്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിലെ ട്രെൻഡ് ഇപ്പോൾ ഒരു നിമിഷങ്ങൾക്കകം തന്നെ 9:30 അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങൾ വേർതിരിച്ചുകൊണ്ടുള്ള കൃത്യമായ ആദ്യ 2 മണിക്കൂറിൻ്റെ വോട്ടേഴ്സ് ടേൺഔട്ട്, വോട്ടിംഗ് ശതമാനം കൃത്യമായിട്ടും കുറച്ചധികം മിനിറ്റിനകം തന്നെ അവർ എന്തായാലും പുറത്തുവിടുന്നതായിരിക്കും. 25 മണ്ഡലങ്ങൾ വിധി തേടുന്ന ഗുജറാത്തിൽ തന്നെയാണ് ഏറ്റവും അധികം മണ്ഡലങ്ങൾ പോളിംഗിലേക്ക് പോയിരിക്കുന്നത്. അതിൽ സൂറത്തിൻ്റെ കാര്യം നമ്മൾക്കറിയാം, നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥിയെ വിജയിയെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങളുണ്ട്, ഉത്തർപ്രദേശിൽ 10 മണ്ഡലങ്ങളുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ബൂത്തുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് രാവിലെ 7 മണി തൊട്ട് അല്ലെങ്കിൽ 6:30 മുതൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ 2 ഈ ഘട്ടങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഏകദേശം 10-ലധികം കേന്ദ്രമന്ത്രിമാർ ജനവിധി തേടുന്നതും. പ്രത്യേകിച്ചും പോർബന്തറിലാണെങ്കിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഒപ്പം ഗുണയിൽ ജ്യോതിരാദിത്യ സിന്ധ്യ, ഗാന്ധിനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഗാന്ധിനഗറിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി വോട്ട് രേഖപ്പെടുത്തി 7:30 തന്നെ. അതിനൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാറും ഭാര്യ സുനേത്ര പവാറും എത്തി അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ബാരാമതിയിലെ തിരഞ്ഞെടുപ്പ് തന്നെ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്നു. കാരണം പവാർ കുടുംബത്തിനകത്ത് തന്നെയുള്ള